ഹായ് ഗൈസ്, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് CJP അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി. അത് എന്താണ് ഏതാണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് നമ്മുടെ ഇന്ത്യൻ യൂത്തിനെ കോക്രോച്ചസ് ആയിട്ട് താരതമ്യം ചെയ്തു. ഒരു കേസിന്റെ ഇടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. നമുക്ക് അതിന്റെ വീഡിയോ കാണാം. Youngsters like cockroaches. They don't get any employment. They don't have any place in profession. Some of them become media. Some of them become social media. Some of them become RTI activists. Some of them become another activists, and they start attacking everyone. And you people file contempt petition because High Court is not taking up the matter of as if there are already parasites in society who attack you people. You attack the system, and you want to join hands with them. നമ്മുടെ ഇന്ത്യൻ യൂത്ത് ജോലിയില്ലാത്തവരാണെന്നും ജോലി സാധ്യത ഒട്ടുമില്ലാത്തവരാണെന്നും ചുമ്മാ സോഷ്യൽ മീഡിയയിൽ തോണ്ടിയിരിക്കുന്നവരാണെന്നും സോഷ്യൽ മീഡിയ വഴി RTI ആക്ടിവിസ്റ്റ് ആകുന്നു അങ്ങനെയൊക്കെ കുറച്ച് ഇന്ത്യൻ യൂത്തിനെ കുറച്ച് മോശമായിട്ട് ചിത്രീകരിച്ചു. ഇതിനെതിരെയായിട്ട് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ ഒരു സർക്കാസം പോലെ ഒരു CJP തുടങ്ങി, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് തുടങ്ങി. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അതിന് വിചാരിക്കുന്നതിനപ്പുറം സപ്പോർട്ട് കിട്ടുകയും ഇപ്പൊ തന്നെ ഏകദേശം 5 മില്യൺ പ്ലസ് ഫോളോവേഴ്സ് അതിനുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അവർ അജണ്ടയും അവരുടെ എലിജിബിലിറ്റി ഒക്കെ വളരെ കോമഡിയാണ്. ഈ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും അറിയില്ല. ഇതൊരു ഇലക്ഷൻ ബോർഡ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന ഒരു പാർട്ടി അല്ല, ബട്ട് ഫ്യൂച്ചറിൽ എന്തോ ആവാം. കാരണം ഇത്രയധികം സപ്പോർട്ട് കിട്ടുമെന്ന് അഭിജിത്ത് പോലും വിചാരിച്ചു കാണില്ല. സോ ഇതാണ് CJP വരാനും ഇതിന് അത്രയധികം ഒരു സപ്പോർട്ട് കിട്ടാനുള്ള കാരണം.